ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇതാ IT എക്സാം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം ആണ്, ഫസ്റ്റ് A+ നേടാനുള്ള എക്സാം ആണ് നമ്മുടെ IT എക്സാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ ഈ ഒരു ടേം ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മോഡൽ എക്സാം കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്കൊരു അറിയാം എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളതൊക്കെ. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലും എക്സാമിൻ്റെ സമയത്ത് തന്നെ മോർണിംഗ് സെക്ഷനിൽ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ, തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ സ്റ്റുഡൻസിനോടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻസും പറയുമ്പോൾ അയ്യോ ഇത് എനിക്കറിയില്ലല്ലോ, പിന്നെ നമ്മുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവും നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മക്കളെ, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. അയ്യോ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ, എനിക്കറിയുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ, പെട്ടെന്ന് നമ്മൾ ടിക്ക് ചെയ്ത് പോകും. സോ അങ്ങനെ ഒരു എക്സാം എഴുതാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് പല കാര്യങ്ങളും ചിന്തിച്ച് പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ടെൻഷൻ ഫ്രീ ആയിട്ട് കയറാൻ നമ്മൾ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും നമുക്കൊരു ചെറിയൊരു വെപ്രാളം ഉണ്ടാവും. സോ അത് നമ്മുടെ എക്സാമിനെ ബാധിക്കരുത്. പിന്നെ നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നമ്മൾ മോഡൽ എക്സാം കഴിഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും നമ്മുടെ വർക്ക് ബുക്ക് ഉണ്ടാവും. അത് നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്യുക. ആൻഡ് ഹോളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും. ടീച്ചേഴ്സ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം. അല്ലാതെ കേട്ടിട്ടില്ലെങ്കിൽ, മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കണം. എന്നിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഹോളിൽ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 സെഷൻ ആയിട്ടാണ് എക്സാം ഉള്ളത്. ഒന്ന് തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമും. തിയറി എക്സാം ആണ് ഫസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. തിയറി എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ മക്കളെ 2 സെഷൻ ആയിട്ടാണ് നമുക്ക് തിയറി എക്സാം ഉണ്ടാവുക. ഒന്ന് 10 ക്വസ്റ്റ്യൻ വീതം 1/2 മാർക്കിൻ്റെതാണ്. അപ്പോൾ നമ്മൾ അതിൽ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് പോയിട്ട് ഫിനിഷ് എക്സാം ഒന്നും കൊടുക്കരുത്. കാരണം ഫിനിഷ് തിയറി എക്സാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പ്രാക്ടിക്കലിലേക്കാണ് പോവുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമ്മൾ 2 ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സോ അത് എഴുതാൻ വിട്ടുപോയത് പലർക്കും A+ നഷ്ടമാകുന്നത് ആ ഒരു കാരണത്താലാണ്. അവർ മറന്നുപോയിട്ട് പെട്ടെന്ന് ഫിനിഷ് തിയറി എക്സാം കൊടുക്കും. ദെൻ അലേർട്ട് ബോക്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും നമ്മൾ അതൊരിക്കലും ചെയ്യരുത്. ദെൻ രണ്ടാമത്തെ തിയറി എക്സാം ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഫിനിഷ് തിയറി എക്സാം കൊടുക്കുക. എന്നിട്ട് പ്രാക്ടിക്കൽ എക്സാമിലേക്ക് കിടക്കണം. പ്രാക്ടിക്കൽ എക്സാമിൽ കിടക്കുമ്പോൾ ശ്രദ്ധിക്കണേടാ, 4 ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. രണ്ടും നമ്മൾ ചെയ്യേണ്ട, ഒന്ന് നമ്മൾ ചെയ്താൽ മതി. നമ്മൾ 2 ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് ഏതാണോ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങാം. ദെൻ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് മുകളിൽ നിങ്ങൾ നമ്മുടെ മോഡൽ എക്സാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം എന്ന് കരുതി അത് നോക്കിയിട്ട് പാനിക് ആവരുത്. ഇവിടെ 4 ഗ്രൂപ്പുകളിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സമയം കൂടുതൽ എടുക്കരുത്. സമയം കൂടുതൽ എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കൈയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ അറ്റൻഡ് ചെയ്ത് ഇടാൻ മറന്നു പോകരുത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിടുക. ഇനി അല്ല അറിയുന്നവർ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 4 ക്വസ്റ്റ്യനും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടൈം മാനേജ്മെന്റിൽ ചെയ്യണം. സോ ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം, ഇനി ഇൻ കേസ് നമുക്ക് എക്സാം അവസാനിക്കാറായി ഓട്ടോമാറ്റിക്കലി ഫിനിഷ് ആവും എക്സാം ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിയുന്നതിന് മുമ്പ് എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിടുക. ഞാനിങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് മാർക്ക് ഇടണമെങ്കിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ മാർക്ക് ഇടാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ കെയർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് A+ കിട്ടും. അപ്പോൾ ഹാപ്പി ആയിട്ട് കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ സേവ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എക്സാം എഴുതി കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ, എക്സ്പീരിയൻസ് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ബൈ.